ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡുകളിലൊന്നാണ്. ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡുകളാണ് മണ്ടല്ലൂർ. അവിടെ കമ്പി കിടക്കും. ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞോന്നുമല്ലോ അറിയാൻ വയ്യ. ചിലപ്പോൾ നാളെ ആയിരിക്കും ഉദ്ഘാടനം. പിന്നെ അവിടെ ലൈറ്റൊക്കെ ഇട്ടേക്കും. നമുക്ക് എത്ര ബസ്? നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡ് ടൂറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ് ടൂറാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റോ ഇപ്പൊ നന്നായിട്ട് അറിയാം. സെപ്റ്റോയുടെ പരസ്യം പറയടാ. വിത്തിൻ 10 minutes ഡെലിവറി. ഇനിയിപ്പോൾ ഒരുപാട് വണ്ടികൾ കോയമ്പേട് നിന്ന് ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലുതായത്. എവിടാന്ന് ഇത് ഒരു തലയും പാലും പിടിയിട്ടില്ല. അത്രയ്ക്ക് വലിയ ഒരുപാട് ബസ് സ്റ്റാൻഡ്. ആണ്ട് കോയമ്പേട് ബസ്. കോയമ്പേട് വയ വണ്ടല്ലൂർ. ഇത് വലിയ ബസ് സ്റ്റാൻഡാണ്. വലിയ ബസ് സ്റ്റാൻഡ്. നടന്നിട്ട് ഒരു അറ്റ ആയിട്ടുള്ളൂ. കുറേ പുതിയ ബസ്സും ഉണ്ട് കേട്ടോ. പുതിയ ബസ്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റെപ്പ് എന്ത് പേര്? മൊഫൂസിലോ? ടെർമിനൽ ബിൽഡിംഗ്. അണ്ടർപാസ് അല്ല എന്നും നമ്മളുടെ ഒരു വീക്ക്നെസ് ആയിട്ട്. ലിഫ്റ്റ് MTC ബസ് സ്റ്റാൻഡ്. അത് വലിയ ബസ് സ്റ്റാൻഡാണ്. സ്റ്റെപ്പ് വേണ്ടവർക്ക് സ്റ്റെപ്പ്, ലിഫ്റ്റ് വേണ്ടവർക്ക് ലിഫ്റ്റ്, എസ്കലേറ്റർ വേണ്ടവർക്ക് എസ്കലേറ്റർ. അടിപൊളി. ഇത് റെയിൽവേ സ്റ്റേഷനേക്കാട്ടിലും എയർപോർട്ടിനേക്കാട്ടിലും സെറ്റപ്പായിട്ടാണ്. നമ്മുടെ എയർപോർട്ടിലല്ല ഗൈസ്, തമിഴ്നാട്ടിലെ പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഗൈസ്. ന്യൂ ഇയർ ആയിട്ട് ഉദ്ഘാടനം നടന്നു. ടെർമിനൽ ബിൽഡിംഗ്. അടിപൊളി. ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾ. നമുക്ക് കാണാൻ വേണ്ടി ഓപ്പൺ ആക്കി വന്നത്. പെയിന്റിങ് എല്ലാം ഒക്കെ സൂപ്പർ. ടിക്കറ്റ് ഓഫീസ്, പ്ലാറ്റ്ഫോം. ഇത് എയർപോർട്ടിന്റെ കൺസെപ്റ്റിൽ ഉണ്ടാക്കിയേക്കുന്നേ തോന്നുന്നു. റെസ്റ്റോറന്റ് ഉണ്ട്. നമുക്കെന്നാ റെസ്റ്റോറന്റ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വരും. അപ്പയുടെ ക്രസന്റ് സ്റ്റാഫ് റൂം. ഇതുകൊണ്ട് അവിടെ നിന്ന് എന്നും വീഡിയോ എടുക്കുന്ന ഇവിടുത്തെ. ഓക്കെ, ലുലുമാള് പോലെ അലങ്കരിച്ചിട്ടേ. ലുലുമാള് പോലെ ഉണ്ട്. വേണ്ട ഇലക്ട്രിക് വെഹിക്കിളൊക്കെ പോകുന്നു. ഇത് ഫ്രീ ആണോ? കാശ് കൊടുക്കണോ? ഈ പെയിന്റിംഗ് ഒക്കെ നോക്കിയാൽ സൂപ്പർ. ആൾക്കാരെ അവിടെ ലൈറ്റ് ഇടുന്നതേ ഉള്ളൂ. ബാമ്പു ആണോ? പെയിന്റിംഗ് ആണോ? ഒറിജിനൽ ബാമ്പു ആണോ? പെയിന്റ്. ഓ, ബസ് സ്റ്റാൻഡല്ലേ, കാണണ്ടാന്ന് പറഞ്ഞ് നമ്മൾ പോകാൻ തുടങ്ങിയതാണ്. ഇറങ്ങില്ലായിരുന്നെങ്കിൽ മിസ്സായേനെ ഇതൊക്കെ. ന്യൂ ഇയർ ആയിട്ട് റോഡിൽ പുറത്തോ ഒന്നുമില്ല, ഒരു ഓളവും ഇല്ല. പുതിയ ബസ് സ്റ്റാൻഡെങ്കിലും കണ്ട് കുറച്ച് ലൈറ്റെങ്കിലും കാണാമല്ലോ. ഇപ്പോഴൊന്നും കിട്ടത്തില്ല. അതാണ് ഫ്രഷ് ഈ ഒരാഴ്ച കഴിയുമ്പോൾ ഇതൊക്കെ പല കോലവും മാറും. അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ഒപ്പിയെടുത്ത് വെച്ചാ എന്നും കാണാം. എയർപോർട്ട് അച്ചടിച്ച് വെച്ചേക്കാം. കോപ്പി അടിച്ച ഒരു പരിക്ക് പറ്റി, പാവം കൊച്ച്. സാരല്ലടാ, ന്യൂ ഇയർ അല്ലേ. നല്ല ടോയ്ലറ്റൊക്കെ ഇന്ന് പോയാൽ നല്ല ഫ്രഷ് ടോയ്ലറ്റ് കയറാം. 2 ദിവസം കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ബസ്സുകളൊക്കെ, അങ്ങോട്ടുള്ള ബസ്സുകളൊക്കെ സൂപ്പർ. ഇത് ഭയങ്കര വലിയ സംഭവമാണ്. അതാ ക്രസന്റിന്റെ അടുത്തായി നമ്മള്. മുകളിലൊക്കെ നോക്കി സൂപ്പർ.
ഇനാഗ്രേഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അതാണ് ഇന്നായിരുന്നു ഇന്നാണ് ഇനാഗ്രേഷൻ. വിളക്കിന്റെ ബേസ് തന്നെ നോക്കി എത്ര ഹ്യൂജ്. എങ്ങനെ കത്തിച്ചു കാണും. ഇന്നലെ ആയിരുന്നു കാണാം 30/12/2022 കഴിഞ്ഞു. പൂ വെച്ചുണ്ടാക്കിയത് അതൊക്കെ കാണാം. വലിയ ഫാൻ. ഇതിനകത്തുണ്ടോ ഇലക്ട്രിക്? നടക്കാൻ വയ്യാത്തവർക്ക് ഈ വാഹനം നല്ലതായി. ശരി, ഇത് മോള് പോലെ സംഗീത ഉണ്ട്. സംഗീത പ്ലീസാ. സംഗീത ഹോട്ടലുണ്ട് വേണോ? എയർപോർട്ടേക്കാളും വലുതാ. ഇവിടെ ഡോർമെട്രി ഒക്കെ ഉണ്ട് കേട്ടോ. ജെൻസിനും ലേഡീസിനും പ്രത്യേകം ഡോർമെട്രി എന്ന് വെച്ചാൽ താമസിക്കാം. നമ്മളിപ്പോൾ ദൂരയാത്രയ്ക്ക് ഒരുമിച്ച് താമസിക്കാം, റൂമല്ല. മുകളിൽ താഴെ ഇങ്ങനെ കട്ടിലുകളില്ലേ, അങ്ങനെ എല്ലാവരും ഒരുമിച്ച് താമസിക്കും. അടിപൊളി. എല്ലാ മുക്കിലും മൂലയിലും ബാറ്ററി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ നടന്നു പോകുന്ന പ്രാക്ടിക്കലല്ല, അതുകൊണ്ടാണ് എല്ലായിടത്തും ബാറ്ററി. ഇത് ശരിക്കും ഒരു എയർപോർട്ടാണ്. എയർപോർട്ടിൻ്റെ കൺസെപ്റ്റാണ്. വരുന്നത് പ്ലെയിനുകളല്ല, ബസ്സുകളാണെന്ന് മാത്രം. ലോഞ്ചും ഫുഡും. സൂക്ഷിച്ച് പിടിച്ചോ. റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട്. ഇനി ഇവിടെ എല്ലാം കടകൾ വരും, മാളിലെ പോലത്തെ. അത് തന്നെ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? വലിയ ലഗേജ് ട്രോളി വരെ ഉണ്ട്. എന്തുവാ അവിടെ അടിപൊളി ഒരു ഗാർഡനും ഫൗണ്ടനും. അത് ഫൗണ്ടൻ അല്ലേ? അത് കറണ്ട് അടിക്കും. ഇതോ അങ്ങനത്തെ ബസ് വരുന്നുണ്ട് പല സെക്ഷനായിട്ടാ. പ്രൈവറ്റ് ബസ്, അങ്ങനെ ഓംനി ബസ്, അങ്ങനെ ഒരുപാടൊന്നുമില്ല. ഒരെണ്ണം കണ്ടു. അതിപ്പോ താഴോട്ട് വരും. ആ റെഡ് അവിടെ താഴെ വന്നു. ഫുള്ള് ഒപ്പിയെടുക്കാൻ വേണ്ടി ഡ്രോണും കൊണ്ട് ആൾക്കാരുടെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ആയിരിക്കും. ഇവിടെ സ്കൂട്ടർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എമർജൻസി ഇത്രയും വലിയ ബസ് ടെർമിനൽ ഉണ്ടാകുമ്പോൾ പാർക്കിംഗ് ഏരിയ ഉള്ളു. അപ്പോൾ ബൈക്കുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പുറത്ത് കാറിൻ്റെ ആയിരിക്കും. അന്നേരം അതുകൊണ്ട് ഈ ചെക്കന്മാരവിടെ നിന്ന് വർത്തുന്നത് കണ്ടോ. അവരുടെ അതാണ് ഡ്രോൺ. എടാ ആ ഗാർഡൻ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതെ, പബ്ലിക് പാർക്കായിട്ട് തുറക്കുമോ?
കളിക്കാൻ അവർ തുറക്കത്തില്ല. കളിക്കാനുള്ള ആയിട്ടില്ല. അതിന്റെ നടുക്കൊരു വലിയ കിണറാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വല്ല ഫൗണ്ടനും ആയിരിക്കും. എന്നാലും ഇത് നല്ല വലിയൊരു ഗാർഡൻ. ഇങ്ങനെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംഭവമാണ്. ഒരു ബസ് സ്റ്റാൻഡിന് ഉള്ളിലൊരു വലിയ ഗാർഡൻ, പ്ലേ ഏരിയ, ഇതൊക്കെ ഭയങ്കര കൺസെപ്റ്റാണ്. അവിടെ കടകൾ വരും ഇനി. അവിടെ എല്ലാം മാളിലെ പോലെ കടകൾ വരും. ഓ ഞാൻ വിചാരിച്ചിവിടെ പണിയാൻ കൊണ്ടുവച്ചേക്കാം. ചെസ്സിന്റെ കോളങ്ങളും കരുക്കളും. പക്ഷെ അതിനകത്തോട്ട് എൻട്രി ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് ചിലപ്പോ പാർക്കിന്റെ എൻട്രൻസ് ഇത് വഴിയായിരിക്കും. എൻട്രൻസ് ആയിരിക്കും ഇത്. എനിക്ക് തോന്നുന്നു അതിന്റെ നടുക്ക് ഈ വെള്ളം പോകുന്ന സ്ഥലമാണ്. അതങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് ഇടയ്ക്കിടെ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു പാലം. ഓടലൊക്കെ ചാടുന്നത്.